ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ പ്രകാശൻ രാജപ്പനോട് ചോദിക്കുന്നുണ്ട്, രായപ്പണ്ണ, നിങ്ങൾക്ക് 12 ലക്ഷം രൂപയുടെ പലിശ വേണോ അതോ 25 ലക്ഷം രൂപയുടെ പലിശ വേണോ? അപ്പോൾ അയാളും പറയുന്നുണ്ട്, സ്വാഭാവികമായിട്ടും ഒരു 25 ലക്ഷം രൂപയുടെ പലിശയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു 10 ലക്ഷം രൂപ കൂടി അറേഞ്ച് ചെയ്ത് വെച്ചേക്ക്, ഞാൻ ഉടനെ വരും, പ്രകാശൻ പറയാം. അങ്ങനെ അയാളോട് യാത്രയും പറഞ്ഞ് പ്രകാശൻ അവിടുന്ന് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് മനോഹർ ഹോസ്പിറ്റലിൽ നിന്നും പുറത്ത് ക്യാൻറ്റീനിലേക്ക് പോവുകയാണ്. ആ സമയത്ത് വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ റെഡിയാക്കിയിട്ട് ഷാരി അങ്ങോട്ടേക്ക് കാറിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മനോഹറിനെ കണ്ട സമയത്ത് ഷാരി പറയുന്നുണ്ട്, മോൻ വേണമെങ്കിൽ ഇന്ന് വീട്ടിലേക്ക് പോയിക്കോ. അപ്പം തന്നെ മനോഹർ പറയുന്നുണ്ട്, ഇന്ന് എന്തായാലും ഡിസ്ചാർജ് കാണുമായിരിക്കും മിക്കവാറും, അപ്പോൾ പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വീട്ടിൽ പോയാൽ പോരെ. അപ്പോൾ ഷാരി വാത്സല്യത്തോടെ പറയാണ്, എൻ്റെ കുഞ്ഞ് ഇവിടെ നിന്നിട്ട് ശരിക്കും ആഹാരം പോലും കഴിക്കുന്നില്ല, നീ ശരിക്കും കോലം കെട്ടുപോയല്ലോ മോനെ. അപ്പോൾ മനോഹറും പറയുന്നുണ്ട്, ഇത്രയും കാലം നമ്മൾ കാത്തിരുന്നത് ആ കുഞ്ഞിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞു. ഇനി അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നതെന്ന് മാത്രം അമ്മ നോക്കിയാൽ മതി. എൻ്റെ കാര്യത്തെപ്പറ്റി ആശങ്കയൊന്നും വേണ്ട. അത് കേട്ടതും ഷാരിക്ക് മനോഹറിനോട് വല്ലാത്തൊരു വാത്സല്യം തോന്നുകയാണ്. മാത്രമല്ല അവർ പറയുന്നുണ്ട്, മോൻ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളൂ. ഞാനും സരയും ആഗ്രഹിച്ചത് ഒരു ആൺകുഞ്ഞിനെയാണ്, പക്ഷേ മോനിഷ്ടം പെൺകുഞ്ഞിനെയായിരുന്നു. അതുകൊണ്ടിപ്പോൾ ജനിച്ചത് കണ്ടില്ലേ, മോനെ പോലൊരു പെൺകുഞ്ഞ്. ഓ, അത് കേട്ടതും മനോഹറിന് വല്ലാത്ത സന്തോഷം തോന്നുകയാണ്. അപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ടൊരാൾ അങ്ങോട്ടേക്ക് വന്നത്. വേറെ ആരുമല്ല, മനോഹറിൻ്റെ ഇപ്പോഴത്തെ പുതിയ ഭാര്യ നിഷയാണ്. അവൾ വണ്ടിയിൽ വന്ന് ഇറങ്ങിയതും രണ്ടുപേരും ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് നോക്കുകയാണ്. നിഷയെ കണ്ടതും മനോഹർ ശരിക്കും ഞെട്ടിത്തരിച്ചു നിന്നിട്ടുണ്ടായിരുന്നു. അവനാകെ ഷോക്കായിട്ട് ചിന്തിക്കുന്നുണ്ട്, ദൈവമേ, ഇവളെന്താ ഇവിടെ? അവൻ്റെ ആ ഒരു ഞെട്ടൽ ഷാരി ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടതുകൊണ്ടാണോ എന്നറിയില്ല. ഷാരി ചോദിക്കുകയാണ്, മോനെ, അത് ആ സദാശിവൻ്റെ മോളല്ലേ? ആ, അതെ അതെ, മനോഹർ പെട്ടെന്ന് പറയാണ്. ഞാൻ ചായ വാങ്ങിച്ചുകൊണ്ട് വരാം എന്ന് പതറിക്കൊണ്ട് പറഞ്ഞിട്ട് മനോഹർ വേഗം അവിടുന്ന് ക്യാൻറ്റീനിലേക്ക് മുങ്ങുകയാണ്. അവൻ എങ്ങോട്ടൊക്കെ പോകണ്ടേന്ന് കൂടെ മനസ്സിലാവുന്നില്ല. ആദ്യം വലത്തോട്ടും പിന്നെ അത് കഴിഞ്ഞ് ഇടത്തോട്ടും ഒക്കെ പോകുന്ന സമയത്ത് ഷാരി ഇങ്ങനെ സംശയത്തോടെയാണ് നോക്കുന്നത്. കാരണം അവളെ കണ്ടതിൻ്റെ പേരിൽ എന്തിനാ ഇവനിങ്ങനെ പരിങ്ങുന്നത് എന്നൊരു തോന്നൽ. അപ്പോഴേക്കും നിഷ ഹോസ്പിറ്റലിൻ്റെ അകത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. നിഷയെ കണ്ട സമയത്ത് ഷാരി വിളിക്കുകയാണ് അങ്ങോട്ടേക്ക്, അതെ, അറിയോ? അപ്പോൾ നിഷ തിരിഞ്ഞു നോക്കിയിട്ട് ഷാരിയെ നോക്കിയിട്ട് പറയുന്നുണ്ട്, അറിയാതിരിക്കാൻ എന്താ, നിങ്ങളെയൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല, ജീവിതത്തിൽ ഒരിക്കലും. എന്തോ ഒരു അർത്ഥം വെച്ചതുപോലെയാണ് നിഷ സംസാരിക്കുന്നത്. അത് മനസ്സിലായിട്ടെന്നാണോ ഷാരിയും പറയുന്നുണ്ട്, മോളുടെ സംസാരത്തിൽ എന്തോ കുഴപ്പമുണ്ടല്ലോ. അപ്പോൾ അവളും പറയാണ്, സംസാരത്തിൽ മാത്രമല്ല, ഇപ്പോൾ മൊത്തത്തിൽ ഞാൻ കുഴപ്പത്തിലാണ്. ഷാരി ഇങ്ങനെ സംശയത്തോടെയാണ് അവളുടെ സംസാരം കേൾക്കുന്നത്. അപ്പോൾ നിഷ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതിനേക്കാളും കുഴപ്പത്തിലുള്ള മറ്റു ചിലരുണ്ട്, അതൊക്കെ ആൻറ്റി സാവകാശം മനസ്സിലാക്കും. പക്ഷേ ഒന്നും പുറത്ത് കാണിക്കാതെ ഷാരി ചോദിക്കുന്നുണ്ട്, അല്ല, കല്യാണം കഴിഞ്ഞിട്ട് ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? അവളാണെങ്കിൽ കളിയാക്കിക്കൊണ്ടാണ് പറയുന്നത്, വളരെ മനോഹരമായ ജീവിതമാണ്. ഇതുപോലൊരു ജീവിതം ശത്രുക്കൾക്ക് പോലും കൊടുക്കരുത്. അവൾ ഫുള്ളും മുള്ളും മുനയും വെച്ചാണ് സംസാരിക്കുന്നതെന്ന് ഷാരിക്ക് മനസ്സിലായി, എന്തോ ഒരു കുഴപ്പമുണ്ട് എന്നുള്ളതും. അപ്പോൾ നിഷ ചോദിക്കുന്നുണ്ട്, അല്ല, ആൻറ്റി എന്താ ഇവിടെ? എൻ്റെ മോള് പ്രസവിച്ച് കിടക്കുക. ഷാരി സന്തോഷത്തോടെയാണ് പറയുന്നത്. അപ്പം നിഷ ചോദിക്കുന്നുണ്ട്, ഓ, അപ്പോൾ മോള് പ്രസവിച്ചു അല്ലേ? ആൺകുഞ്ഞോ പെൺകുഞ്ഞോ? അപ്പോൾ ഷാരി പറയുന്നുണ്ട്, പെൺകുഞ്ഞാ. ആ കുഞ്ഞിനെ അച്ഛനില്ലാതെ വളരേണ്ടി വരും, നിഷ സ്വയം ചിന്തിക്കുകയാണ്. അല്ല, കുഞ്ഞിൻ്റെ അച്ഛൻ ഇവിടെയില്ലേ? ഒന്നും അറിയാത്ത പോലെ നിഷ ചോദിക്കുകയാണ്. ആ, ഉണ്ടല്ലോ, ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. മനു പോയത് മോള് കണ്ടില്ലേ? അപ്പം നിഷ പറയുന്നുണ്ട്, ഇല്ല, കണ്ടില്ല. എന്നെ ചിലപ്പോൾ മരുമോൻ കണ്ടു കാണും, അതുകൊണ്ടാവും ചിലപ്പോൾ പെട്ടെന്ന് പോയത്. അത് കേട്ടപ്പോൾ ഷാരിക്ക് ഒന്നുകൂടെ സംശയമാവുകയാണ്. കാരണം അതുപോലെ തന്നെയാണ് മനോഹർ അവിടുന്ന് പോയതും. അതെന്താ മോൾ അങ്ങനെ പറഞ്ഞത്? ഷാരി തൻ്റെ സംശയം ചോദിക്കുകയാണ്. അപ്പം നിഷ പറയുന്നുണ്ട്, ഏയ്, ഒന്നുമില്ല. എന്നിട്ട് അവൾ ഹോസ്പിറ്റലിനകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഷാരി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ആ പെണ്ണിൻ്റെ കഴുത്തിൽ താലി കണ്ടില്ലല്ലോ. അവളുടെ സംസാരത്തിലാണെങ്കിൽ എന്തൊക്കെയോ പന്തികേടും. അവളെ കണ്ടപ്പോൾ മനുവിന് എന്തോ ഒരു പതർച്ചയും. ഉടനെ പോവുകയും ചെയ്തു. ഷാരി മുറിയിലേക്ക് വരുമ്പോൾ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ട് കിടക്കുകയാണ് സരയു. അപ്പോൾ കുഞ്ഞിനെ കളിപ്പിച്ചതിന് ശേഷം ഷാരി ചോദിക്കുന്നുണ്ട്, മോളെ, ആ നിഷയ്ക്ക് എന്താ പറ്റിയത്? അപ്പോൾ സരയുവിന് പെട്ടെന്ന് മനസ്സിലായില്ല, നമ്മുടെ ആ സദാശിവൻ്റെ മോളില്ലേ നിഷ. എന്തു പറ്റി അമ്മേ? സരയു ചോദിക്കുകയാണ്. അല്ല, ഞാനിപ്പോൾ അവളെ ഇവിടെ പുറത്ത് വെച്ച് കണ്ടായിരുന്നു. ഇവിടെ എന്തിനാ വന്നേന്നൊന്നും ഞാൻ ചോദിച്ചില്ല. അവളുടെ സംസാരത്തിൽ എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നി. അപ്പോൾ സരയു പറയുന്നുണ്ട്, നിഷ അന്ന് അവസാനമായിട്ട് വീട്ടിൽ വന്ന കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞില്ലായിരുന്നോ? അന്നും എനിക്ക് ആ കൊച്ചിന് എന്തൊക്കെയോ കുഴപ്പമുള്ളതുപോലെ തോന്നിയിരുന്നു. അതുമാത്രമല്ല മോളെ, അവളുടെ കഴുത്തിൽ താലിയൊന്നും കണ്ടില്ല. ഇനി അവളുടെ ഭർത്താവുമായിട്ട് അടിച്ചു പിരിഞ്ഞെങ്ങാനും കാണുമോ? അപ്പോൾ സരയും പറയുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കാണും. അതുകൊണ്ടായിരിക്കും സംസാരത്തിലും പെരുമാറ്റത്തിലൊക്കെ കുഴപ്പമുള്ളതായിട്ട് അമ്മയ്ക്കും തോന്നിയത്. അപ്പോഴും ഷാരിയുടെ മനസ്സിലൊരു സംശയം ബാക്കിയാണ്. എന്നാലും മനു എന്തായിരിക്കും അവളെ കണ്ടപ്പോൾ മുഖം കൊടുക്കാതെ പോയത്? അമ്മ എന്താ ആലോചിക്കുന്നേ? സരയു ചോദിക്കുന്നുണ്ട്. ഏയ്, ഒന്നുമില്ല മോളെ.
അല്ല, അവളുടെ ഭർത്താവ് അമേരിക്കയിലല്ലേ? മനുവേട്ടനുമായിട്ടും അവർക്ക് എന്തൊക്കെയോ കണക്ഷൻ ഉണ്ടെന്നാണ് കേട്ടത്. ആ അതെ അതെ, ശാരി പറയുന്നുണ്ട്. അല്ല, മനുവേട്ടൻ പുറത്തു വന്നപ്പോൾ നിഷയെ കണ്ടില്ലായിരുന്നോ? സരി ചോദിക്കുകയാണ്. ഇല്ല, അവർ പരസ്പരം കണ്ടില്ല. മനു അവളെ കണ്ടെന്ന് തോന്നുന്നു, ശാരി പറയാണ്. അപ്പോൾ സരയു അഭിമാനത്തോടെ പറയുന്നുണ്ട്, പെൺകുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ മുഖം കൊടുക്കാത്ത കൂട്ടത്തിലല്ലേ മനുവേട്ടൻ, അതുകൊണ്ട് ചിലപ്പോൾ കണ്ടപ്പോൾ തന്നെ അങ്ങ് മുങ്ങിയതായിരിക്കും. അതെ, അങ്ങനെ പറയുകയാണെങ്കിലും ഷാരിയുടെ മനസ്സിലുണ്ട്, ഇനി അമേരിക്കയിൽ വെച്ച് ബിസിനസ് പരമായിട്ട് ഈ നിഷ എന്ന് പറയുന്നവളുടെ ഭർത്താവുമായിട്ട് മനുവിന് എന്തെങ്കിലും സ്വരച്ചേർച്ച ഇല്ലാതിരിക്കുമോ? അതോ ഇനി മറ്റെന്തെങ്കിലും കൊണ്ടായിരിക്കോ മനു അങ്ങോട്ട് പോയത്? പെട്ടെന്ന് തന്നെ സരയുവിനോട് ചോദിക്കുന്നുണ്ട്. അല്ല മോളെ, കുഞ്ഞൊക്കെ ജനിച്ചു കഴിഞ്ഞല്ലോ, മനുമോൻ അമേരിക്കയിലേക്ക് പോകുന്ന കാര്യം എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഉടനെ പോവണ്ടെന്നാ പറഞ്ഞത്, ഒരു 4-5 മാസം കഴിയാതെ യാത്രയൊന്നും പാടില്ലാന്ന്. അല്ല, പോവാനാണെങ്കിൽ പോവാൻ പറ്റിയ സമയം ഒരുപാടുണ്ടായിരുന്നു. ആ സമയത്തും ഒന്നും മനു വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിച്ചില്ലല്ലോ മോളെ. ഷാരി സംശയത്തോടെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ സരയു പറയുന്നുണ്ട്, അതൊക്കെ കുഞ്ഞിനെ കരുതിയിട്ടായിരിക്കും, പാവം. ബിസിനസ് പോലും കളഞ്ഞിട്ടാ മനുവേട്ടൻ എനിക്കൊപ്പം നാട്ടിൽ നിൽക്കുന്നത്. ഇനിയിപ്പോൾ നാട്ടിൽ വരുന്ന ആൾക്കാരുമായിട്ടുള്ള ചർച്ച പോലും മനുവേട്ടൻ ഒഴിവാക്കുമെന്ന് എനിക്കിപ്പോൾ ഭയമുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഷാരിയുടെ ഉള്ളിൽ നല്ല സംശയം തോന്നുന്നുണ്ടായിരുന്നു. അതേസമയം നല്ല വെപ്രാളത്തിലാണ് പ്രകാശനുള്ളത്. അവൻ്റെ ആ ഒരു വെപ്രാളം കണ്ട് നിൽക്കുകയാണ് അമ്മയും മോനും. മാത്രമല്ല ഭാനുമതി പറയുന്നുണ്ട്, നീ ഇങ്ങനെ ആദ്യം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ എങ്ങനെയാ പ്രകാശ, ഒന്ന് അനങ്ങാതെ നിൽക്ക്. അമ്മയെ നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടി കാർത്തിക മോൾ ഓരോന്ന് പറഞ്ഞു. പക്ഷേ കാർത്തിക മോളുടെ അമ്മ അറിഞ്ഞാലുള്ള കാര്യത്തെപ്പറ്റി അമ്മ ഒന്ന് ആലോചിച്ച് നോക്ക്. അതിനവർ ഇന്ന് തന്നെ ചെന്നൈക്ക് പോകുന്നല്ലേ പറഞ്ഞത്? വിക്രം ചോദിക്കുന്നുണ്ട്. എന്നാലും നാട്ടിൽ വന്നിട്ട് അവളെ ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോടാ പ്രകാശ. അപ്പോൾ പ്രകാശൻ പറയുന്നുണ്ട്, അമ്മേ ഞാനും കൂടെ പോയേനെ കാർത്തിക മോളുടെ കൂടെ. പക്ഷേ അവളുടെ അമ്മയെ കാണുമ്പോൾ നമ്മളെന്ത് പറയും? അതിനെ ചേച്ചിയുടെ അമ്മയെ ഒന്നും അറിയിച്ചിട്ടില്ലല്ലോ. വിക്രം പറയുന്നുണ്ട്. എടാ, അവളെ അറിയിച്ചില്ലേലും ഇവിടെ നാട്ടുകാരില്ലേ അസൂയാലുക്കള്, അവർ ചെന്ന് വല്ലതും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ കൊളാവില്ലേ. അപ്പോഴേക്കും കാർത്തിക അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കാർത്തിക വന്നപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, എന്തായി ചേച്ചി? അമ്മയെ ഫ്ലൈറ്റ് കയറ്റി വിട്ടു. എന്തായി? പ്രകാശൻ വെപ്രാളത്തോടെ ചോദിക്കുകയാണ്. അമ്മയോട് അച്ഛൻ്റെ ആദ്യ ഭാര്യയും മക്കളും മരുമക്കളും എല്ലാവരും കൂടി പോലീസ് സ്റ്റേഷനിൽ കയറ്റിയെന്നാണ് പറഞ്ഞത്. അപ്പം തന്നെ അമ്മ DGPയെ വിളിച്ചു. DGP ഒക്കെ വിളിച്ചോ? ഇനി ആകെ കുഴപ്പമാവോ? ഏയ് അതൊന്നുമില്ല. അതിനു മുന്നേ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇനി അച്ഛന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഭാനുമതി പറയാണ്, അങ്ങനെ വലിയ വലിയ പോലീസ് ഓഫീസർമാരെ മോൾക്കും മോളുടെ അമ്മയ്ക്കും പരിചയമുണ്ടെങ്കിൽ ഇവനെ കള്ളക്കേസിൽ കുടുക്കിയവരെ മോൾക്കും കുടുക്കിക്കൂടായിരുന്നോ? ഇവനെ തല്ലുകൊള്ളിച്ച ദുഷ്ടക്കൂട്ടങ്ങളെയും ലോക്കപ്പിലിട്ട് പപ്പടം പോലെ പൊടിക്കുന്നത് എനിക്കൊന്ന് കാണണം. അപ്പോൾ കാർത്തിക പറയുന്നുണ്ട്, ഏതായാലും ഈ കേസും വഴക്കൊക്കെ ഒന്ന് തീരട്ടെ. നമ്മൾ എത്ര പണമെറിഞ്ഞിട്ടായാലും ഈ കേസ് ജയിക്കുവച്ചാ. അമ്മയും വാശിയില്ല. അത് കേട്ടതും പ്രകാശനും വിക്രത്തിനൊക്കെ സമാധാനമായി. പക്ഷേ ഇവിടെ വരെ വന്നിട്ട് മോളുടെ അമ്മയെ കാണാൻ പറ്റാത്തത് വല്ലാത്തൊരു സങ്കടമായിപ്പോയി. അപ്പോൾ കാർത്തിക പറയുന്നുണ്ട്, കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് വേഗം കല്യാണം തീരുമാനിച്ചത്. അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടാണോ അച്ഛാ? ഭാനുമതി അത് സപ്പോർട്ട് ചെയ്യാണ്. കാരണം അത്രയും പ്രതീക്ഷയോടെയാണ് മോളുടെ അമ്മ കല്യാണത്തിന് വന്നത്. എൻ്റെ കുഞ്ഞാണെങ്കിൽ നല്ലൊരു മണിയറയും ഒരുക്കിയതാ. അപ്പോൾ കാർത്തിക പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല മുത്തശ്ശി, മണിയറ അവിടെ തന്നെ നിൽക്കട്ടെ. 2-3 മാസം കൊണ്ട് ഈ കല്യാണം ഞാൻ നടത്തിയിരിക്കും. എന്നാലും അമ്മയെ മോള് നന്നായി ഒരുക്കിക്കൊണ്ട് വന്നിരുന്നതല്ലേ. പിന്നെ ശരീര ആസകലം സ്വർണ്ണം ഇട്ടിട്ടായിരുന്നു അമ്മ വന്നിട്ടുണ്ടായിരുന്നത്. അവസാനം കല്യാണം മുടങ്ങിയപ്പോൾ ഒക്കെ പോയി. എന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ കരഞ്ഞില്ലാന്നേ ഉള്ളൂ. അത് കേട്ടതും ഭാനുമതി അമ്മ പൊട്ടി പൊട്ടി കരയാണ്. വിക്രത്തിന് കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ പ്രകാശിന് മനസ്സിലായി അമ്മയുടെ അഭിനയമാണ്. അവരാണെ പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് പറയുന്നുണ്ട്, ഞാൻ അന്നേരം തന്നെ മരിച്ചു പോവേണ്ടതായിരുന്നു. പക്ഷേ മോളുടെ അമ്മയുടെ ഇവൻ്റെ വിവാഹം കാണേണ്ടത് കൊണ്ട് മാത്രമാണ് ദൈവം എന്നെ ബാക്കിയാക്കിയത്. അതൊക്കെ കുറച്ചു നേരം കണ്ട് ആസ്വദിച്ചതിന് ശേഷം കാർത്തിക അകത്തേക്ക് പോവുകയാണ്. ആ സമയത്ത് വിക്രം ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി എന്തിനിങ്ങനെ കരഞ്ഞ് അലമ്പാക്കിയത്? അപ്പോൾ പ്രകാശൻ പറയാണ്, അതൊന്നുമല്ല എടാ, അമ്മ കരഞ്ഞത് കറക്റ്റാ. നമുക്ക് അവർക്കുള്ളതിനേക്കാട്ടിലും വിഷമം കല്യാണം മുടങ്ങിയതിനുണ്ട് എന്നുള്ളത് അവരെ ബോധിപ്പിക്കണ്ടേ? അതുകൊണ്ട് അമ്മ കരഞ്ഞത് കറക്റ്റാ. അപ്പോൾ ഭാനുമതിയും പറയുന്നുണ്ട്, പിന്നെ കരയാൻ നിൻ്റെ അമ്മയെ ആരും പഠിപ്പിക്കണ്ടല്ലോ മോനെ. വലിയൊരു ഭാവി നിങ്ങളുടെ രണ്ടുപേരുടെയും മുന്നിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി എത്ര കാലം കരയാനും ഞാൻ തയ്യാറാ മക്കളെ. ഇവൻ്റെ അവളുടെ അമ്മയുടെയും കല്യാണം ഒന്ന് നടന്നു കണ്ടാൽ മതിയായിരുന്നു. അപ്പോൾ പ്രകാശൻ പറയുന്നുണ്ട്, നടക്കും അമ്മേ, ഈ കല്യാണം എന്തായാലും നടക്കും. ദീപ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കിരണും കല്യാണി അങ്ങോട്ട് വന്നത്. അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, അപ്പുറത്ത് സരയു കുഞ്ഞിനെയും കൊണ്ട് ഡിസ്ചാർജായി വന്നിട്ടുണ്ട്. ഓ, അവർ വന്നോ? വന്നിട്ട് കുഞ്ഞിനെ നിലത്ത് വെക്കാതെ അവൾ കൊഞ്ചിക്കുക, ഞങ്ങളെ കാണിക്കാൻ വേണ്ടി. അപ്പോൾ ദീപ പറയുന്നുണ്ട്, കുഞ്ഞുങ്ങളെ വെച്ചൊരു മത്സരത്തിൻ്റെ ആവശ്യമുണ്ടോ? അത് അവൾക്കറിയില്ലല്ലോ. ആ കുഞ്ഞ് ആരുടേതാണെന്ന് അറിയാതെയാണ് അവളിങ്ങനെ ഓരോ കോപ്രായങ്ങൾ കാണിക്കുന്നത്. ഏതായാലും എല്ലാവരും അകത്തേക്ക് കയറിയപ്പോൾ ആൻറ്റിയെ വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞിൻ്റെ സ്വന്തം മുത്തശ്ശി എപ്പോൾ വന്നാലും കുഞ്ഞിനെ കാണാനുള്ള അവസരം ഒരുക്കി കൊടുക്കണമെന്ന്. അപ്പോൾ ദീപ സംശയത്തോട് ചോദിക്കുകയാണ്, അങ്ങനെ പറ്റുമോ മോനെ? സരയുവിൻ്റെ മുന്നിൽ വെച്ച് അവർക്കങ്ങനെ കുഞ്ഞിനെ കാണിക്കാൻ പറ്റുമോ? അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, അവൾ ഉറങ്ങാൻ കിടക്കുമ്പോഴും കുളിക്കാൻ പോകുമ്പോഴൊക്കെ താരാൻറ്റിക്ക് അവൾക്ക് കുഞ്ഞിനെ കാണിക്കാലോ. എന്തായാലും താരാൻറ്റിക്ക് സ്വന്തം പേരക്കുഞ്ഞിനെ കാണാനുള്ള അവകാശമുണ്ട് മറ്റാരെക്കാളും.
അപ്പോൾ കിരണും പറയുന്നുണ്ട് അവിടെ ഇനി ഒരു വലിയ സ്ഫോടനം നടക്കാനുണ്ടമ്മേ. മനോഹർ ഏത് നിമിഷവും മുങ്ങും. അത് കഴിഞ്ഞാലായിരിക്കും മനോഹറിനെ കുറിച്ച് ചിന്തിച്ച് അവൾ സ്വയം ചാവാൻ പോകുന്നത്. ബകാസുരനും ഭാര്യയും ഏതാണ്ട് മാനസിക നില തെറ്റിയ അവസ്ഥയിലാണ്. ഇനി ഷോക്ക് കൊടുക്കേണ്ടി വരുന്നത് അവൾക്കായിരിക്കും, സരയുവിന്. സരയു കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മനോഹർ അങ്ങോട്ടേക്ക് വന്നത്. അവനും കുഞ്ഞിനെ കളിപ്പിക്കാൻ കൂടുകയാണ്. എന്നിട്ട് സരയുവിനോട് പറയുന്നുണ്ട്, നമുക്ക് ഏതായാലും ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞു. സംഗതി മാസം തികയാതെ ആണെങ്കിലും സിസേറിയൻ അല്ലായിരുന്നു, അത് തന്നെ വലിയ ഭാഗ്യം. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ കാര്യവും നോക്കി മുന്നോട്ട് പോകണം. ഒരു കാരണവശാലും അയലത്തുള്ളവരുമായിട്ട് വഴക്കിന് നിൽക്കരുത്, പ്ലീസ്. അപ്പോൾ സരയു സ്വതസിദ്ധമായ രീതിയിൽ പറയുന്നുണ്ട്, എന്തിനാണാവോ എന്തോ അവനൊക്കെ നമ്മുടെ വീട്ടിലോട്ടേക്ക് കയറി വരുന്നത്. അങ്ങനെ പറയരുത് മോളൂ. ഇവിടെ വന്ന് താമസിച്ചതാരാ? ഇവിടെ വന്ന് നമ്മൾ താമസിച്ചില്ലായിരുന്നെങ്കിൽ അവരെയൊന്നും നമുക്ക് കാണേണ്ടത് പോലും വരില്ലായിരുന്നു. അപ്പോൾ സരയു പറയാണ്, ഇനിയിപ്പോൾ എന്തായാലും അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് ശരിക്കും ചില കലാപരിപാടികളൊക്കെ നടത്താനുണ്ട്. കലാപരിപാടികളോ? ആ അതെ, അവളും അവളുടെ അമ്മയും ആ വൃത്തികെട്ടവനും ഒക്കെ അവളുടെ ഒരു കല്ലുമോനെയും കൊഞ്ചിച്ച് എന്തോരം കലാപരിപാടികൾ നടത്താറുണ്ടായിരുന്നു. അതിന് പകരം എനിക്കെൻ്റെ മോളെ ഒരുപാട് കൊഞ്ചിക്കാനുണ്ട്, ഒരുപാട് ഫങ്ഷൻസും നടത്താനുണ്ട്. അപ്പോൾ മനോഹർ പറയാണ്, അങ്ങനെ ഒരു കോമ്പറ്റീഷൻ വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സരയു പറയുന്നുണ്ട്, ജീവിതമാവുമ്പോൾ കുറച്ചൊക്കെ വാശിയും പകയൊക്കെ വേണം മനുവേട്ടാ. മനുവേട്ടനെ പോലെ പഞ്ചപാവാൻ പാടില്ല. അപ്പോഴേക്കും ഷാരി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഷാരിയെ കണ്ടപ്പോൾ സരയു വീണ്ടും അത് തന്നെയാണ് ചോദിക്കുന്നത്, അവരൊക്കെ അവിടുന്ന് പോയോ? ആ അസൂയ പെരുത്ത ജന്മങ്ങൾ. അപ്പോൾ മനോഹർ ഷാരിയോട് പറയാണ്, ഇങ്ങനെയുള്ള സംസാരമൊന്നും വേണ്ടെന്ന് ഞാൻ മോളോട് പറയായിരുന്നു. അപ്പോൾ ഷാരി പറയുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള സംസാരം ഇല്ലാതിരിക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ മോനെ. എത്രയും പെട്ടെന്ന് മോളെയും കുഞ്ഞിനെയും കൊണ്ട് നമുക്ക് അമേരിക്കയിലേക്ക് പറക്കാം. അത് കേട്ടപ്പോൾ തന്നെ മനോഹറിൻ്റെ മുഖം ഡെസ്പാവുകയാണ്. ഷാരി അത് ശ്രദ്ധിക്കുന്നുമുണ്ട്. എന്നിട്ടും അവർ പറയാണ്, എന്തായാലും മോളുടെ സ്വഭാവം മാറ്റാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ മനുമോനുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞതിന് ശേഷം മോൾക്ക് കുറച്ചെങ്കിലും മാറ്റം വന്നു തുടങ്ങിയത്. അപ്പോൾ സരയു പറയുന്നുണ്ട്, അതൊന്നുമല്ല, കുറച്ചൊന്നുമല്ല, ഒരുപാട് ഞാൻ മാറി. അതെ, എന്ന് വെച്ച് ഒരാളുടെ അടിസ്ഥാന സ്വഭാവം മാറ്റാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തും ശത്രുക്കളായി കഴിയുന്നതിനേക്കാളും നല്ലത് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകുന്നതാ മോനെ നല്ലത്. ഷാരി വീണ്ടും മനോഹറിനെ നിർബന്ധിക്കുകയാണ്. അതെന്തായാലും പോവുമല്ലോ, പക്ഷെ പോകുന്നതിന് മുമ്പ് എൻ്റെ കുഞ്ഞിനെ ഒരുപാട് ലാളിക്കണം എനിക്ക്, അവനും അവളും കാണാൻ വേണ്ടി. സരയു പറയാണ്. അപ്പോൾ ഷാരി പറയുന്നുണ്ട്, മോളെ അത്തരം മത്സരങ്ങളൊന്നും ഇല്ലാത്തതാണ് നല്ലത്. അപ്പോൾ മനോഹറും പറയുന്നുണ്ട്, അതെത്ര പറഞ്ഞാലും അമ്മയുടെ മോൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അവർ കാണാൻ വേണ്ടി കുഞ്ഞിനെ ഞാൻ ഒരുപാട് ലാളിക്കും. അപ്പോഴും ഷാരി വീണ്ടും പറയാണ്, നമ്മൾ ഈ നാട്ടിൽ നിന്ന് പോയാൽ പിന്നെ അയലത്തുള്ളതിൻ്റെ മുഖമൊന്നും നമുക്ക് കാണണ്ടല്ലോ. ഞാൻ ഏതായാലും എൻ്റെ കമ്പനിയിലൊന്ന് സംസാരിക്കട്ടെ, മനോഹർ പറയാണ്. അപ്പോൾ ഷാരി ചോദിക്കുന്നുണ്ട്, കമ്പനിയിൽ സംസാരിക്കാൻ എന്താ? മോനല്ലേ കമ്പനിയുടെ ഓണർ, മോൻ പ്ലാൻ ചെയ്താൽ അതൊക്കെ നടക്കില്ലേ? ആ നടക്കണം. മനോഹർ അറിയാതെ പറഞ്ഞു പോവാണ്. ഇനി അങ്ങോട്ട് എന്ത് വേണമെന്നൊക്കെ മനുവേട്ടൻ തീരുമാനിച്ചോളും, നമ്മൾ ആരും മനുവേട്ടന് പറഞ്ഞു കൊടുക്കണ്ട, സരയു സ്നേഹത്തോടെ പറയാണ്. അപ്പോഴും ഷാരി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു മനസ്സിൽ, ഭഗവാനെ ഞാൻ സംശയിക്കുന്നതൊന്നും ശരിയായി വരല്ലേ. അതിനുശേഷം സന്തോഷത്തോടെ ഷാരി പറയുന്നുണ്ട്, ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് രൂപയുമായി ബന്ധമുള്ള സമയത്താണ്. പിന്നെ മനുമോൻ വന്നതിന് ശേഷം കുറച്ചെങ്കിലും ആശ്വാസം ഉണ്ടായത്. ഇനിയും തരക്കേടില്ലാതെ മുന്നോട്ട് പോയാൽ മതിയായിരുന്നു. ഷാരിയുടെ സംസാരം കേട്ടപ്പോൾ തന്നെ അതിലൊരു പന്തികേടുണ്ട് എന്നുള്ളത് മനോഹറിന് മനസ്സിലായിട്ടുണ്ട്. കാരണം എന്തൊക്കെയോ സംശയത്തോടെയാണ് അവർ സംസാരിക്കുന്നത് എന്നുള്ളത്. അതൊന്നും മനസ്സിലാവാതെ സരയു പറയുന്നുണ്ട്, അയലത്തുള്ള ആൾക്കാരെ എന്തൊക്കെയോ അമ്മയുടെ മനസ്സിൽ കടത്തി വിട്ടു എന്നാണ് തോന്നുന്നത്. പക്ഷേ മനോഹറിന് നല്ല സംശയം തോന്നുന്നുണ്ടായിരുന്നു ഷാരിയുടെ ആ ഒരു മാറ്റം കാണുന്ന സമയത്ത്. പ്രകാശനും അമ്മയും കൂടെ അമ്പലത്തിൽ വന്നതാണ്. ആ സമയത്ത് പൂജാരി പറയുന്നുണ്ട്, ഞാൻ വീനസ് ഹോട്ടലിൽ പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഭക്ഷണം കഴിച്ചില്ല. അതെന്താ? കല്യാണം മുടങ്ങിയെന്ന് കേട്ടപ്പോൾ തിരിച്ചു വന്നു. അപ്പോൾ പ്രകാശൻ കളിയാക്കുകയാണ്, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന്. അപ്പോൾ പൂജാരി പറയുന്നുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം കാര്യം നടക്കില്ല, പ്രാർത്ഥിക്കുന്ന ആളുടെ മനസ്സിലും നന്മ ഉണ്ടാവണം എന്നൊക്കെ. അപ്പോൾ കല്യാണിയെയും ദീപയൊക്കെ കൂട്ടിയിട്ട് പറയുകയാണ്, പ്രകാശനും അമ്മയും കൂടെ. അപ്പോൾ പൂജാരി പറയുകയാണ്, അവരുടെയൊക്കെ മനസ്സിൽ നിഷ്കളങ്കതാണ്, കളങ്കമില്ലാത്ത മനസ്സായതുകൊണ്ട് അവരൊക്കെ എന്ത് പ്രാർത്ഥിച്ചാലും നടക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രകാശൻ ദേഷ്യത്തിൽ പ്രസാദമൊന്നും വാങ്ങിക്കാതെ അവിടുന്ന് പോവുകയാണ്. ആ സമയത്താണ് കൃത്യം തൊട്ട് മുന്നിൽ കല്യാണിയും കിരണും പ്രത്യക്ഷപ്പെടുന്നത്. അവരെ കണ്ടപ്പോൾ തന്നെ കിരണ് കളിയാക്കുകയാണ്, ദൈവങ്ങളെ പുച്ഛിച്ച് നടന്ന ആള് ഇപ്പോൾ ഏതു നേരവും അമ്പലത്തിലാണല്ലോ, നീയൊക്കെ ഇവിടെയാണ് വരുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളിങ്ങോട്ടേക്ക് വരില്ലായിരുന്നു. പ്രകാശൻ പരിഹസിക്കുകയാണ്. ഭാനുമതിയും പറയുന്നുണ്ട്, ഞങ്ങൾ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ പണം കൊടുത്ത് പൂജാരിയെ കൊണ്ട് ഞങ്ങളെ തകർക്കലല്ലേ നിങ്ങളുടെയൊക്കെ പണി. അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, അങ്ങനെ പണം കൊടുത്ത് ഓരോന്ന് ചെയ്യിച്ചാൽ അത് പൂജ ചെയ്യുന്നവർക്ക് തന്നെ തിരിച്ചടിയാവും. അത് ദൈവത്തിനെ അറിഞ്ഞ് ജീവിക്കുന്ന പൂജാരിക്ക് നന്നായിട്ടറിയാം. കല്യാണി പറയുന്ന കേട്ടപ്പോൾ പ്രകാശൻ പറയുന്നുണ്ട്, ഒരുപാട് അങ്ങ് സന്തോഷിക്കല്ലേ, നീയൊക്കെ സന്തോഷിച്ച് ഉന്മാദിച്ച് നടക്കുകയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എടാ, എന്തൊക്കെ വന്നാലും കാർത്തികയുടെ അമ്മയും ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറത്തില്ല. ഈ കെട്ടവർ നടത്തിയിരിക്കും, വാക്കിന് വിലയുള്ളവരാണവർ, നീയൊക്കെ കാണാൻ പോകുന്നതേ ഉള്ളൂ. പ്രകാശൻ അഹങ്കാരത്തോടെ പറഞ്ഞതാ. അപ്പോൾ കിരണ് പറയുന്നുണ്ട്, അതിനു മുമ്പ് നമുക്ക് കോടതിയിൽ വെച്ച് ഒന്നുകൂടെ കണ്ടുമുട്ടേണ്ടി വരുമല്ലോ.
അത് കേട്ടതും പ്രകാശനൊന്ന് ഷോക്ക് ആവുന്നുണ്ട്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.